CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ED ഓഫീസിൽ ഹാജരായി. വീണയെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ 10:30 MLAയും ഭർത്താവുമായ PM മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, 10:30 ശേഷം തുടങ്ങിയ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. റെയ്ഡിൽ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ്. പ്രധാനമായും എന്ത് സേവനം നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. എങ്ങനെ പുരോഗമിക്കുന്നു നടപടികൾ? രേണുക, 10:30 തന്നെ വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. മുൻ MLAയും ഭർത്താവുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് വീണ ടി ED ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചു. ED ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും ED വീണയിൽ നിന്നും ചോദിച്ചറിയുന്നത് ഈ CMRL എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, അതിൽ 2 കോടിയിലധികം രൂപയുടെ ഒരു ഇടപാടാണ് ഈ 2 കമ്പനികളും തമ്മിൽ നടത്തിയത്. അതെന്ത് സേവനം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപാടാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്? കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ, അതായത് SFOയുടെ അടക്കമുള്ള അന്വേഷണത്തിൽ ഇവർ തമ്മിലുള്ള സേവനം, എന്തിനാണ് ഇത്രയും വലിയ തുക ഇവർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ED ഇവിടെ സംശയിക്കുന്നത് ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കൂടിയാണോ ഈ ഒരു സാമ്പത്തിക ഇടപാടുമായതിന്റെ പിന്നിൽ എന്നൊരു സംശയമാണ് EDയും കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ 12 ഇടങ്ങളിൽ ആയിരുന്നു റെയ്ഡ് നടന്നത് EDയുടെ നേതൃത്വത്തിൽ. അതിൽ വീണ വിജയന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ആ റെയ്ഡിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കണ്ടെത്തിയെന്നാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രേഖകൾ മുന്നോട്ട് വെച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണയോട് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വീണയുടെ 3 ബാങ്ക് അക്കൌണ്ടുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ അക്കൌണ്ടിലൂടെയാണ് CMRLും CMRLിലെ സഹോദര സ്ഥാപനങ്ങൾ വഴിയുമൊക്കെ വീണയുടെ അക്കൌണ്ടിലേക്ക് പണം എത്തിയിരിക്കുന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും അതിലൊക്കെ വിശദമായുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് ഇന്നലെയാണ് CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും 2 മക്കളെയും ചോദ്യം ചെയ്തത്. അവരിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. അവരുടെ ഉത്തരങ്ങളും വീണ നൽകുന്ന മറുപടിയും അത് രണ്ടും താരതമ്യപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിക്രമത്തിലേക്ക് ED കടക്കുക. നിലവിൽ SFIയുടെ അടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ EDക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ കൂടി പരിശോധിച്ച്, അല്ലെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണ നേരിടാൻ പോകുന്നത്. സാധാരണ EDയുടെ ചോദ്യം ചെയ്യൽ ഏറെ വൈകുന്നതാണ്, നമുക്കറിയാം. ചിലപ്പോൾ രാത്രിയാവും, അല്ലെങ്കിൽ വൈകിട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് പലപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ ശരണസ് കർത്തയെ 8 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ച് പുറത്തേക്ക് പോയത്. ജയ കർത്തയെ അതേസമയം 5 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ അവസാനിച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ വിജയനെയും ചോദ്യം ചെയ്യുമ്പോൾ അത്രയേറെ നീളം, വൈകുന്നേരം വരെ ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ എത്തിച്ചാണ് ഈ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നത്. തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടുമുണ്ട്. വീണയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുക, ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റ് നിർണായകമായിട്ടുള്ള തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് വീണ നേരിടാൻ പോകുന്നത്. വീണയെ ആക്കിയതിനു ശേഷം ഭർത്താവ് മുഹമ്മദ് റിയാസ് കാറിൽ മടങ്ങുകയും ചെയ്തു. എന്തായാലും EDയിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ്, വീണയിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് EDക്ക് ലഭിക്കുന്നത്? EDയുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുവാനും തെളിവുകൾ ഹാജരാക്കുവാനും വീണയ്ക്ക് കഴിയുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. രേണുക. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. EDയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.